ഞാനിന്നൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, ഇത് ചൊറിയണം എന്നാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. ഇതിന് കൊടിത്തൂവ എന്ന് പറയും, ഞങ്ങൾ കഞ്ഞിത്തൂവ എന്നാണ് പറയാറുള്ളത്. അത് നന്നായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഉണ്ടമുളക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കഞ്ഞിവെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് നമ്മൾ താളിപ്പായിട്ട് അങ്ങനെ യൂസ് ചെയ്യും. ഇത് തോരനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് തോരനും അല്ല താളിപ്പും അല്ല, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നന്നായി ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഇല കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചൊറിയണം എന്ന് പറയുന്നത് അത്യാവശ്യം ഇതിൻ്റെ ഭാഗത്തിന് കുറച്ച് ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നുള്ളിയെടുക്കുമ്പോൾ ഉൾഭാഗത്തു നിന്ന് നുള്ളണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ആ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അപ്പോൾ അതാ വെള്ളമൊക്കെ ഇതേപോലെ വറ്റി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വറ്റിപ്പോകുന്നതിന് മുമ്പാണ് നമ്മുടെ ആ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത്. നല്ല നാടൻ വെളിച്ചെണ്ണ. നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് തീ ഓഫ് ചെയ്യാണ്. ഇതിങ്ങനെ കഴിക്കാൻ എത്ര പേർക്കാണ് ഇഷ്ടം? ഇതേപോലെ ചെയ്ത് നോക്ക്. എന്നിട്ട് കമൻ്റായിട്ട് നിങ്ങൾ ഒന്ന് അറിയിക്കുക. അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പേരിന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. ഞാനിതിന് കൊടിത്തൂവ വറ്റിച്ചതെന്ന് പറയാം. അതേപോലെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പപ്പടമാണ് കേട്ടോ. അതായത് മുട്ടപ്പപ്പടം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ തക്കാളി കൂട്ടാനും ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ അമ്പഴങ്ങ ചമ്മന്തി. ഇതെല്ലാം കൂട്ടിയിട്ട് ഇതേപോലെ ഒരു ഊണ് കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ ഗ്ലാങ്കോഡസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.